അതെ, ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള മിക്ക ഇലകളും ഞാൻ പറിക്കുന്നുണ്ട്. ദേ ആദ്യം ചെമ്പരത്തിയുടെ ഇലയും പൂവും പറിച്ച് വീട്ടിൽ വന്ന് തുളസി പറിച്ചപ്പോഴത്തേനും അമ്മയുടെ വയലിരിക്കുന്ന എല്ലാം ഞാൻ കേട്ടു കേട്ടോ. കാരണം അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ അതിന്. അങ്ങനെ അമ്മ എന്തോ പഴമൊഴി ഇങ്ങനെ പറഞ്ഞു വന്നത് ശരിയാണോ എന്നറിയാൻ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഏട്ടനെ സമ്മതിച്ചു. അതുകൊണ്ട് തർക്കിക്കാൻ നിന്നില്ല. തുളസി നുള്ളിയ വെള്ളം ഒഴിക്കണോ? ആര് പറഞ്ഞേ? അത് കഴിഞ്ഞ് ദേ കറ്റാർവാഴ എടുക്കുന്നുണ്ട്. കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ മഞ്ഞക്കറ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ദേ അത് കഴിഞ്ഞ് പനിക്കൂർക്കയും കറിവേപ്പിലയും പറിക്കുന്നുണ്ട്. ദേ പറിച്ച ഇലയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അലോവേറയുടെ കറയും കളഞ്ഞിട്ട് ദേ അതും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ റോസ്മേരി ആൻഡ് കറി ലീഫ് പൗഡറും കലോഞ്ചി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദേ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മൾ ഏത് ഓയിലാണോ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇത് അരച്ചെടുക്കണമേ. അരച്ചെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തിക്കായിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല ലൂസാക്കി എടുക്കാം കേട്ടോ. ദേ ഇത് നമുക്ക് നല്ലോണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിൽ മാത്രമല്ല നമുക്ക് ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമേ. ഇത് ഞാൻ ഏകദേശം ഒരു 7 മിനിറ്റോളം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ് നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളയണമേ. വാഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നോർമൽ ഹെയറിനെക്കാട്ടിലും കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് തോന്നിക്കും കേട്ടോ.